ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോണ കേട്ടോ വൈഫിന്. വേറെ ഒന്നുമല്ല, അവളെ നാളെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണം. പക്ഷേ വീട്ടിലേക്കല്ല, നേരെ ഒന്ന് മൂന്നാറൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പം മൂന്നാർ കറങ്ങിയിട്ടും വരാം. ബാക്കി നമുക്ക് വീഡിയോ കാണാം. ഓക്കെ ഗായ്സ്. ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മ ഒരു ട്രിപ്പ് പോണേ കേട്ടോ. നേരെ കോട്ടപ്പാറ, അവിടുന്ന് മൂന്നാറ്. അപ്പൊ നമുക്ക് കോട്ടപ്പാറക്ക് പോവാം. അതെ, കുഞ്ഞിനില്ലു ഓയ് നിക്കുന്ന ഞങ്ങളൊക്കെ ഇപ്പൊ എന്തത് പൊന്ത് എനിക്ക് കണ്ണൊക്കെ ഉണ്ട് കേട്ടാ. ഫോൺ പോയ വിഷയമുണ്ടോ? നിങ്ങളല്ലേ നേരത്തെ കോപ്പില്ലാന്ന് പറഞ്ഞത്? ആര് അങ്ങനെ ഞാൻ എപ്പോ വാങ്ങിച്ചാനായിരുന്നു? മരങ്ങളൊക്കെ ഒന്ന് മാറിപ്പോയേ, എനിക്ക് കോട കാണില്ല. ആ കണ്ടു കണ്ടു. വെള്ള പുക 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 മനസ്സിലാവാത്തോണ്ട് അഡ്വാൻസ് ആയിട്ട് പറയാം. നിങ്ങളതിൽ സ്പേസ് ഉണ്ടോ? ഓക്കേ, ഇവിടെ നല്ല വ്യൂ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ മടിയിലിരിക്കുന്നോണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ആറരക്കലാറം വെക്കും, അതൊക്കെ ഇടിക്കണതാ. പറഞ്ഞിട്ടൊക്കെ നടക്കുന്നേ ചിരിച്ചെന്നെങ്കിലും തിരിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ മിണ്ടി തുടങ്ങണ നിങ്ങളൊന്ന് സംസാരിക്കാനായിട്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ഒന്ന് തോണ്ടിട്ടെന്നാ മതി, ബാക്കി നിങ്ങൾ കുഴിച്ചോളൂ അല്ലേ? അല്ലേ
ഇതൊക്കെ പോയി ചേച്ചി ഒന്ന് സൗണ്ട് ഏത് ഒരു കുത്തു കൊടുക്കട്ടെ സൗണ്ട് പുറത്തേക്ക് വരണ്ടേ എന്ത് സൗണ്ട് വരൂല അണ്ണാച്ചി അന്ന് കിടക്കണം നമ്മുടെ കുഞ്ഞി പറയുന്നതാണ് പറയുന്നത് പക്ഷെ പറഞ്ഞപ്പോ കുഞ്ഞു പറഞ്ഞു കൊറേ ചിച്ചൊക്കെ എവിടെ കുതിരാണ് എവിടെ കുതിര കളിക്കാന കുതിരാന്ന് കിളി പോയിട്ടിരിക്കണ ചേട്ടാ ബംഗാളിയേ ബംഗാളി എന്നല്ലാട്ടാ ബംഗാളി എന്നാണ് വിളിച്ച തെറ്റിദ്ധരിക്കരുത് അല്ല ഞാൻ എന്താണെങ്കിലും കുഴപ്പമില്ല ചേരും ഒന്നിച്ച് സംസാരിക്കുന്നു ആരും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതന്നെ ഒന്ന് കൊമ്പോർക്കണ്ട വേളൊരു കുഞ്ഞിപ്പാറ അതിന്റെ വേളൊരു പാറ വേണ്ട അയാള് വന്നിരുന്നത് ആ മറ്റേ മഹാബലി തമ്പുരാനല്ലേ അയാളാണ് എന്റെ മോളിൽ കയറിയത് എന്നിട്ട് താഴെയുള്ള ആൾക്കാരോടൊക്കെ അയാള് വരാൻ സമയമായി അയാള് വരാനായി അതാണ് പണ്ട് അയാൾ എന്റെ മേളിൽ കയറിയിരുന്നത് എന്നിട്ട് താഴെ എല്ലാരും കൂടെ കൂട്ടത്തോടെ ഇരുന്നു എന്നിട്ട് അവർക്ക് പ്രസംഗിച്ച് കൊന്നു അല്ല മഹാബലിപുരന്റെ ആ സമ്മേളനം കളഞ്ഞിപ്പോയി ഒരു പിടുത്തം കിട്ടണ്ടേ കൈ വെച്ച് പിടിക്കും ഇവളല്ല മറ്റേ സിനിമ കൂടാനുണ്ടാ ആ വീട് അയ്യോ മഴക്കാറായിരുന്നു പക്ഷെ ആ സൈഡില്ലല്ലോ കണ്ട നിങ്ങളുടെ ഭാര്യ ചിരിക്കാൻ തുടങ്ങിന്ന് ആ ചിരിയല്ല പോണം ഏത് സമയം നമ്മ മൂന്നാർ വെട്ടുപോണോല് ഗവൺമെന്റിന്റെ വക പുതിയ ഗസ്റ്റ് ഹൗസും ഇല്ല ഗസ്റ്റ് ഹൗസും മൂന്നാറിൽ കുടുങ്ങിയ സഞ്ചാരികൾക്ക് ടൂറിസ്റ്റ് സഞ്ചാരികൾക്ക് ഗസ്റ്റ് ഹൗസും ഫുഡും ഫ്രീയാ നമ്മളങ്ങനെ അർമാദിക്കും നിങ്ങളെല്ലാവരും കാണുകയും മതി സ്വപ്നം കാണുന്നതിന് ആഗ്രഹം കാണുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ നമ്മുടെ ആഗ്രഹം നമ്മ പറഞ്ഞത് നിൽക്കണം നമ്മള് എവിടേക്കാ പോണം നമ്മളിപ്പോ മൂന്നാറ് പോവാണ് സോ ഇപ്പൊ നമ്മള് ഏലച്ചൂട് എത്തി അതൊരു ചെറിയൊരു റോഡ് ആ ചേലച്ചൂടാണല്ലേ ഓക്കെ ഇവിടെ നമ്മുടെ ഹോട്ടൽ ശ്രീകൃഷ്ണയ്ക്ക് ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് വന്ന് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം പിന്നെന്താ ദേവമാത ബസ് ഉണ്ട് ഇവിടെ കയറി നമുക്ക് നാട്ടിലും പോവാ എല്ലായിടത്തേക്കും ഉണ്ട് പിന്നെ റബ്ബറിന് ഇവിടെ കിലോക്ക് 250 രൂപ എന്നാ പറഞ്ഞേക്കണം അയ്യോ പാസ്സായി പോയി പക്ഷേ കഴിഞ്ഞു പിന്നെന്താ
പിന്നെന്താ പിന്നെ ഇപ്പൊ നമ്മ വീണ്ടും കാടിന്റെ ഉള്ളിലേക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കേറി ഇനിയൊരു നമ്മുടെ ഉദ്ദേശം വെച്ച് ഒരു 15 കിലോമീറ്റർ എങ്കിലും പോവാൻ ചാൻസ് ഉണ്ട്. എത്ര 35 സോറി കേട്ടോ പറഞ്ഞ മാറിപ്പോയതാണ്. 35 കിലോമീറ്റർ എങ്കിലും നമ്മളിവിടെ നിന്ന് ഈ കാട് താണ്ടി പോയാലേ നമുക്ക് മൂന്നാർ എത്താൻ പറ്റുള്ളൂ. പിന്നെന്തുവാ പിന്നെ ഈ ഡ്രൈവർ കൊള്ളൂല, ഒരുമാതിരി മുക്കി മൂടിക്കൊണ്ട് പോണ ഡ്രൈവറാണ്. വേറൊരു ഡ്രൈവറെ വെക്കണം. ഡ്രൈവറും കൊള്ളൂല ക്ലീനറും കൊള്ളൂല, രണ്ടും വെറുതെ കഞ്ഞിവെള്ളം കുടിക്കാത്ത ആൾക്കാരെ പോലെ. അയ്യാ നല്ല സ്മെല്ല്, കൊക്കോന്റെ സ്മെല്ല് അടിച്ചാണ്. ഇവിടെ നിറച്ച് കൊക്കോയാണ് കൂടുതലായിട്ടുള്ളത്. ഞാനിവിടുത്തെ ഡ്രൈവറിനോട് കൊക്കോ പറിച്ചിടാൻ പറഞ്ഞിട്ട് അങ്ങേര് പറിച്ചിടില്ല. അങ്ങേർക്ക് എന്തോ മരങ്ങളെ അങ്ങോട്ട് നശിപ്പിക്കാനായിട്ടൊരു സങ്കടം. ഉറങ്ങുമായിരിക്കും രാവിലെ എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഉറങ്ങണായിരിക്കണോണ്ട് നമുക്ക് പറിച്ചിടില്ല. അവള് വീഡിയോ ഓണാണ്. അതിന്റെ സബ്സ്ക്രൈബേഴ്സിന് ബോറടിക്കും. ഞാൻ പിന്നെ എന്തെങ്കിലും വാങ്ങി കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കൊക്കോ പോലും പറിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും വീട്ടിൽ നിർത്തിയിട്ട് ചോദിച്ചാലോ. ഈ 2 ഡ്രൈവറും ക്ലീനറും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരൊരു 34 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത്. നമ്മളിനി എത്തോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂല. ഇവരെ വണ്ടി ഓടിക്കലായത് കൊണ്ട് വണ്ടിന് പോണറ്റീന്ന് മറ്റേ പോക്കയൊക്കെ വരുന്നുണ്ട്. എന്ത് പറ്റിയോ എന്താ വണ്ടി തിരിച്ചു കൊടുക്കാൻ വെറുതെ ഫോണൊക്കെ അടിക്കണം. അടിക്കണേ നിങ്ങളാരും സംസാരിക്കണില്ല അല്ലെ? എനിക്ക് സംസാരിക്കാം. അപ്പൊ ഉണ്ടല്ല ഇങ്ങനെ പറഞ്ഞു ഫ്ലോ പോകുന്നുണ്ട്. കണ്ടില്ലേ കോടൊക്കെ കണ്ടില്ലേ? ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നി. പണ്ടത്തെ ആൾക്കാര് കോടയൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അവരുണ്ടായ സമയത്ത് ഇവിടെ വിളിച്ചു വന്നു. കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സൂര്യനിങ്ങനെ കാണും. കോട കുറിച്ച് പോകില്ലേ അവരൊക്കെ. ഈ രാത്രി അവര് റോഡ് വെട്ടിത്തെളിക്കാൻ നിൽക്കും. അതറിയില്ല. അവര് രാത്രി ആ റോഡൊക്കെ വെട്ടിത്തെളിച്ച് നമുക്ക് ഈ റോഡൊക്കെ ഉണ്ടാക്കി തന്നേച്ചു. രാത്രിയാവുമ്പോ അവർക്ക് കുഴപ്പമില്ലല്ലോ. ഈ ആനന്റെ കാട്ടുമതിന്റെ ഒക്കെ സൗണ്ടും ചലനമൊക്കെ ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവര് പോണതും അതും ഇതൊക്കെ ക്യാച്ച് ചെയ്യാം. പിന്നെ അവർക്കുള്ള ഈ പുഴയല്ലല്ലോ മറ്റേ തോടുണ്ടാക്കി കൊടുത്തിരുന്നിട്ട് അതൊക്കെ അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പിന്നെ നമുക്ക് എന്തോരം കൃഷിയൊക്കെ ചെയ്തത്. കപ്പ ഇവിടെ നിറച്ച് കപ്പ, പിന്നെ പപ്പായ, വായ, ചെവാഴ, പിന്നെന്തുവാ പിന്നെ കൊക്കോ, ചക്ക. ഇവിടെ നിറച്ച് ഫലപുഷ്ട സമ്പന്നമായ പഴങ്ങളും പച്ചക്കറികളും. ഓയ് എന്തായി ഡ്രൈവർ പറയാ? നമ്മുടെ ഡ്രൈവർ ശരിയല്ല കേട്ടോ. അങ്ങേരി പ്ലേച്ഛമായ സംസാരങ്ങളൊക്കെ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഞാൻ ഓൾ കേരള ഡ്രൈവേഴ്സ് അസോസിയേഷനിൽ പെർമിറ്റ് അങ്ങനെ റെഡ് ഇതാക്കാൻ പറയണം. കിലോമീറ്റർ ഉണ്ട് സംഭവം. കിലോമീറ്റർ ഉണ്ട്. നിങ്ങളെന്ന് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടത്തെ ഗൂഗിൾ ചേച്ചി നമ്മളെ
വഴി തെറ്റിക്കും. ഗൂഗിളിന് ആരും വിശ്വസിക്കാതെ നിൽക്കരുത്. അവര് 35 കിലോമീറ്ററിന്ന് 1 മണിക്കൂർ മുന്നേ പറഞ്ഞതാണ്. എന്നിട്ട് നമ്മുടെ മാപ്പിൽ ഇപ്പൊ 29 കിലോമീറ്ററാ പറയണേ. പക്ഷെ ഇവിടുത്തെ സൈൻ ബോർഡ് നോക്കിയപ്പോ ഇപ്പോഴും 35 കിലോമീറ്റർ. അപ്പൊ ഗൂഗിള് ആരും ഇനി എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോ യൂസ് ചെയ്യാതിരിക്കാം. അയ്യോ ആരെ വന്ന് കുഴിയാനെന്റെ മേത്ത് വീട്. എന്റെ മോളെ എനിക്ക് പാടാം. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് എൻജോയ് ചെയ്യാം. ഇപ്പൊ കപ്പിൾസിനാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും സിംഗിൾസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ്. ഇതാണ്ട് ഹിമാചൽ പ്രദേശ് പോലത്തെ സ്ഥലം. ഇവിടെ അതെ നമ്മളിപ്പോ ആ പാലത്തിൽ കൂടെ പോവുകയാണ്. നമ്മുടെ ഹിമാചൽ പ്രദേശിനെ ഓർമ്മിപ്പിക്കുന്ന തരം പാലം കേരളത്തിൽ വെള്ളത്തൂവൽ പഞ്ചായത്ത്. കള്ള് ഷാപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ വന്ന് ഇവിടെ നിന്ന് 1-2 ഇതാക്കുക. പക്ഷെ ഇത് വേണ്ട, ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ആ നമ്മ ട്രിപ്പ് അടിക്കാൻ വന്നിട്ട് ട്രിപ്പായി കിടക്കേണ്ട അവസ്ഥയായി പോകും. ഇവിടുത്തെ വീടൊക്കെ സൂപ്പറാണ്ട്. അതേ ലൈറ്റൊക്കെ വെറുതെ കത്തിച്ചിട്ട്. നല്ല കാലക്കും വ്യൂ ആണ്. ടടൻ 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 ടടൻ. എന്ത് സാധനം ആണോ? എന്നാലെന്തേ എടുത്തിട്ടോ. ചായസ് ചെയ്ത മൊത്തം ഇലൊക്കെയാണ്. പറയൂ. മതിയാ? എവിടാ നമുക്ക് നോക്കാം. ആ പൂവല്ലേ? ഇതാണല്ലേ പൊളിച്ചിട്ട് അതിൻ്റെ എല്ലായിടത്തും ഉണ്ട്. മൊത്തം തോട്ടം ഉണ്ടാ. ഇത് റോഡ് സൈഡിൽ നിൽക്കണോണ്ട് മാത്രം എടുത്തേനെ. നമ്മളെ യൂട്യൂബ് പുതിയ ബ്ലോഗർ കെട്ടിയൻ. അവനിക്കും കൊടുക്കണോ? കൊടുക്കൂ. മാസ്ക് മാറ്റി കഴിക്കേ. അവിടെ അപ്പൊ പോവാ. പാർക്കിരിക്കോ. കമോൺ. നിങ്ങളുടെ കൂടെ ഉള്ളത് പാർവതിയാണ്. വീഡിയോ എടുത്ത വീഡിയോ നല്ല വ്യൂ. നല്ല പാട്ട്. കാണാത്ത ലോകത്ത് ചെന്നോലെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. അതാണ് കറക്റ്റ് പാട്ട്. കാണാത്ത ലോകത്ത് സൂര്യനെല്ലി.
അങ്ങോട്ട് പോവാന് 30 കിലോമീറ്റർ ഉണ്ട്. നമ്മളപ്പോ 1 കിലോമീറ്റർ താണ്ടി ഇനി 29 കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇടയിൽ കഴിച്ചു. ഓരോരുത്തരും ഉറക്കമായി തുടങ്ങി ചെറുതായിട്ട്. പിള്ളേരൊക്കെ ഭയങ്കര പ്ലേയിങ് ആണ്, കളിക്കുന്നത്. വ്യൂ കാണിച്ചോളൂ. തല കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ സൂര്യനെല്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഓഫ് റോഡാണ്. റോഡ് പണിയുന്നതുകൊണ്ട് ശോകം തീണ്ടിട്ടിരിക്കുന്നു. റോഡ് മൊത്തം പണിയാണ്. വെട്ടിപ്പൊളിച്ചിട്ടേക്കോ അല്ലേ, കൊത്തിപ്പൊളിച്ചിട്ടേക്കോ റോഡ്. അതെ, മലനിരകൾ എല്ലാം ഇടിച്ചു പൊളിച്ചിട്ടേക്കുക. പിന്നെ എങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാതിരിക്കൂലേ, അത്രേ ഉള്ളൂ. നല്ല അതിമനോഹരമായ നേച്ചർ. ഓപ്പൺ അല്ലേ? പിന്നെ ഇല്ല, ഇത് തന്നെ ഒരു ഇതില്. അതാണ് സംഭവം. അത് തന്നെ ഹിമാചൽ പ്രദേശിലെ തായ്വരയില് എന്താ പറയാ, അതേപോലെ കുറെ ഹെറിറ്റേജുകളുണ്ട് കേട്ടോ അവിടെ. നല്ല മണാലി തീം പോലെയാണ് മൂന്നാറ്. അതന്നെ കേരളത്തിലത്തെ ഒരു മണാലിയാണല്ലോ മൂന്നാറ് അല്ലേ? കേരളത്തിലത്തെ മണാലിയാണല്ലോ. സൂം ചെയ്ത് വെച്ചതാണ്. ഇതാണ് കേരളത്തിന്റെ മണാലി. അതിമനോഹരമായ നമ്മുടെ കോട. എത്ര ഉണ്ടെന്ന്? 18 കിലോമീറ്റേഴ്സ്. ആരൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിത്യ മറ്റേ ട്രാവലറും ടൂറിസ്റ്റ് ബസ്സുകളും ഒന്നും ഇവിടെ ഇടൂല. ഇതൊക്കെ എഴുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതെ. അപ്പോൾ നമ്മൾ അതിമനോഹരമായ താഴ്വരയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 18 കിലോമീറ്റർ. റോഡിൽ നിന്ന് നീങ്ങിയിട്ടില്ലാന്നേ, റോഡ് പണിയണം അല്ലേ? ഇത് കഷ്ടവും എപ്പത്തൻ്റെ ഭയങ്കര റോഡ് പണിയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് പൊക്ക. ഇവിടെ ഒന്ന് വീണാ പിന്നെ പൊടി പോയിട്ടൊന്നും കിട്ടില്ല. ആർക്കെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ അതുകൊണ്ടെങ്കിൽ ഇങ്ങ് വന്നിട്ട് കറക്റ്റ് പോയിട്ട് ഞാൻ കാണിച്ചു. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോണ നെക്സ്റ്റ് ബെൻഡാണ് ഹാപ്പി. അതങ്ങനെയാണല്ലോ, ഒരു മലയിൽ കൂടെ കയറി അടുത്ത മലയിൽ കൂടെ. The person you are trying to call is currently busy. Busy in a world that needs no buffering. മച്ചാനെ ഒന്നും പറയാനില്ലാട്ടാ. എങ്ങനെയുണ്ട് വ്യൂ? ഇത് നമ്മൾ സൂര്യനെല്ലിയിലേക്ക് പോണ റൂട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇനിയും പോവാണ്ട് 18 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ സൂര്യനെല്ലിക്ക്. എങ്ങനെയുണ്ട് അച്ഛമ്മ? അടിപൊളി. ഓസമല്ലേ?
ഇവിടെ തന്നെ നിക്കാൻ തോന്നുന്നു. അല്ലേ നല്ല കാട്ടി അല്ലേ. മലകളുണ്ടോ? അതന്നെ അതന്നെ അതന്നെ. ഒരു മുടത്തേക്ക് ഒരു മുടത്തേക്ക് പാപ്പാക്ക് നീലോക്ക് നീലോക്ക് കൊടുത്തേ അത് കൊടുത്തേ. എവിടെ എന്റെ സൈഡിലില്ല. കപ്പ് വരെ കിട്ടിയില്ല. വന്ന വായന ഓർമ്മില്ല. അതന്നെ 100 രൂപയുടെ കാര്യമല്ലുള്ളൂ. കാണുന്നത് കോടയുണ്ട ഗായ്സ്. അമ്പോ നല്ല വ്യൂല് തരാം. ഇപ്പൊ ശരിയാക്കി തരാം. ഇവർ കോടയായിരുന്നില്ലടാ, ഇവരടിച്ചതിൻ്റെ പോക വന്നു തെറ്റിപ്പോയി. ഇവരടിച്ച് പൊട്ടിരിക്കണ പാറയുടെ പോകിയത്. അതിക്ക് കൊടുത്തത് ഈ ലെഫ്റ്റ്. അരികപ്പേ പണിയെടുക്കൂല. അതെ കടാലിന്റെ പണിയെടുത്തുന്ന് മുട്ടൻ അരിവെപ്പും. ഇത് മൊത്തം ചെളിയാണ്. അയ്യോ മറ്റേതവിടെ അതേണ്ട ടീമേ. ആ പിന്നെയും 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 പറ്റിച്ചു. ഇല്ലാതെ ചെയ്യടാ കോട്ടെ ഇവിടെ നോ എൻട്രിയാ. റോഡ് ക്ലോസ്ഡ്. ഡേഞ്ചർ ഫിൽ സ്റ്റോൺ. അതല്ല അതല്ല അടിയിലോട്ടാണ്. ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ. വേറെ ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ. അടിയിൽ കൂടിയാണ്. അല്ല അവിടെ നിന്നിട്ട് ആ കോഡ് എടുത്തിട്ട് പോകല. അത് പോയി ഗായ്സ്. അല്ലണ്ട കോട കാണാൻ. കോട മേത്ത് കൂടി പോയി കാണാൻ വാ. വാ 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 വാ. ഇന്നത്തെ കേരള അച്ഛമ്മ പാടാ. എങ്ങനെയുണ്ട് എടാ ഇതൊക്കെ നല്ല പരിചയമുണ്ടല്ലോ. കോട നമ്മ ഇവിടെ പോയിരുന്നു ഞാൻ ഷാരൂഖ്. എടാ ഇതൊക്കെ ഇങ്ങനെ പൊളിച്ചല്ലേ. അവിടെ അല്ലേ ഇതിപ്പം ഇങ്ങോട്ട് വരും ടീമേതേ ഫുള്ളാണ്. അങ്ങനെ ഗായ്സ് എല്ലാരും വരെ. അപ്പൊ അങ്ങനെ കോടന്റെ ഉള്ളിലേക്ക് പോകാൻ പോണ കേട്ടോ. കോട വന്ന് അപ്പൊ അങ്ങനെ കോട മൂടണേ. ദേ കണ്ടോട്ടോ. നമ്മളെ മൂടിയേ
നമ്മളെ മൂടിട്ടാ കോട മൂടിട്ടാ പറ്റിച്ചാ നമ്മളെ പറ്റിച്ച് നമ്മ നിക്കണ കണ്ടില്ലേ നമ്മ കോടന്റെ ഉള്ളിലാണ് വണ്ടി വന്നോട്ടെ പിന്നെ പക്ഷെ നമ്മ നിക്കണോടത്ത് മാത്രം കോടില്ലല്ലോ എടാ ഇവിടെ ഉണ്ട് ഈടാ ഇല്ല ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ഇങ്ങോട്ട് മാറിക്ക് ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യട്ടാ നമുക്ക് കോട ഫുള്ളായിട്ട് കാണാം ഇല്ലടീമേ അവിടെ ഇവിടെ ഇറങ്ങണുള്ളൂ കേട്ടോ അപ്പൊ മച്ചാവരെ കോട വന്ന് മൂടനാണ് തച്ചോ തച്ചിരിക്ക അല്ല സൗന്ദര്യം ഇല്ലല്ലോ ഒരുങ്ങിയില്ലല്ലോ അപ്പൊ എന്നെ കണ്ട എന്താ പറയൂ തേടാ വണ്ടി വന്നോക്കി കാണൂല 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 കോട നമുക്കാണ് നമ്മളെ എല്ലാണ് വാഗനർ വാഗനർ ആ നമ്മ ഇപ്പൊ കോടന്റെ അകത്തുണ്ട് അങ്ങനെ വന്ന് കോട മൂടിയിട്ടാ ടീമേ ആയത്തി നല്ല ക്ലൈമറ്റ് ഇട്ടാ അപ്പൊ എല്ലാരും മൂന്നാർക്ക് പോരാ എന്താ വണ്ടി വന്നുണ്ട് കാണണം കൂടി ഇല്ലല്ലേ ഏയ് എങ്ങനെച്ചാ തച്ച തണുത്ത് തുടങ്ങി തച്ച തണുത്ത് തുടങ്ങി തച്ച കിടക്കാൻ തുടങ്ങി നിലോ ഇവിടെ വന്ന് മൂടി പോയിന്നാ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ ഫുള്ള് മൂടും അതേപോലെ ആവും ഇനി ഒന്നും പറ്റിയ ഞാൻ സിഗരറ്റും കൂടി കത്തി കുറച്ചും കൂടി പോയാക്കാം അയ്യോ പോട്ടെ ഫുള്ളാട്ടെ അങ്ങോട്ട് തിരി ഇല്ല പെട്രോൾ തീർന്ന് തള്ളോ തള്ളോ ഹാപ്പി ഇത് കിട്ടാനുള്ള ഇടം വരെ വന്നത് ഇനിയുണ്ട് ബാക്കിലാ നിങ്ങളെ കാണുന്നുണ്ട് കോടയും കാണുന്നുണ്ട് നമുക്ക് കോടന്റെ അകത്താണ്ടുള്ള ഗ്യാസ് എന്താടാ ഓടിക്കോ ഇങ്ങോട്ടോ 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 ഏയ്
തണുക്കടാ തണുക്കണ്ട. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? സൂപ്പർ. അപ്പം എല്ലാവരും പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റിൽ മൂന്നാർ പോരാ. അല്ല കാലക്കം ക്ലൈമറ്റാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകട്ടോ. ആ പോരട്ടെ. എങ്ങനെയുണ്ട്? ഒട്ടും പ്രതീക്ഷിച്ചില്ലേ? പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്റെ പൊന്നോ. ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയാവും. നിങ്ങളെ കാണുന്നുണ്ടായില്ല. വണ്ടി വന്നുണ്ട്. നേരെ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വിളിക്കല്ലേ. അപ്പൊ അങ്ങനെ കോടന്റെ ഉള്ളിൽ കൂടി പോകാൻ പറഞ്ഞോ. ഇല്ല പക്ഷെ ഇത് നോക്കിയേ, ഒന്നും കാണാൻ പറ്റില്ല. ആ മരം കാണുന്നുണ്ടോ നോക്കിയേ. വഴി എവിടെ? ഏയ് നമ്മ നിന്ന സ്ഥലം ഒന്ന് നോക്കിയേ. നീലു ഇവിടെ കുറച്ച് മെയിൻ്റെനൻസിൻ്റെ വർക്ക് നടക്കുന്നത്. അവർ ഈ കോടൻ്റെ ഇടയിൽ കിടന്നാണ് പണിയെടുക്കണം. അമ്മമാരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അരിവെപ്പാണെന്നുണ്ടെങ്കിലും പണിയെടുക്കണ്ടിട്ട് അവര്. അപ്പം നമുക്ക് എടാ ലൈറ്റ് ഇട്ടോടാ. ലൈറ്റോ പുറത്ത് വേറെ അവിടെ നിന്ന് ഓട്ടോഷൻ ഉണ്ട്. വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്. ലെഫ്റ്റ് ആക്ക്. നമുക്ക് കാണാൻ പറ്റണല്ലോ കേട്ടാ. രാത്രി അതെ. ഇല്ലല്ലോ. കട്ടറുണ്ടോ? പറ്റില്ലല്ലോ. ആദ്യമേ ചാടിപ്പുറത്ത് ആദ്യം
വായിലേക്ക് കയ്യിൽ കുറച്ച് വഴിമര്യാദക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഒരു വണ്ടി തന്നെ ഉണ്ട് കേട്ടോ. അച്ചോ കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ തണുത്ത് കിടക്കാൻ തുടങ്ങി. അച്ചോ ആകാശോ മൂന്നാം പേര് ഭാഗത്താന്ന് ചോദിക്കരുത്. നമുക്ക് മാത്രം ചോദിക്കാം. അതെ സ്കൂട്ടർ ഉണ്ട്. ഒന്നും കാണാൻ പറ്റണല്ല. ഓപ്പോസിറ്റ് തന്നെ ബൈക്കാരനി കാണുമോ നോക്കാം. ബൈക്കാരൻ വാങ്ങി ൂരാക്കുറിക്കൊന്നും ഓടിത്തരോ? അച്ചോ വണ്ടിയല്ലേ കയറിപ്പോക്കോളൂ ബാബാ. നേരത്തെ വണ്ടിക്കാരൊക്കെ അവരൊക്കെ ഒന്ന് താഴത്തുണ്ടാവുന്നല്ലേ റോട്ടിൽ കൂടി പോയിട്ടോ. താഴത്തുണ്ടാവല്ലേ വല്ല താഴത്തോട്ട് പോയിട്ടുണ്ട്. ക്ലെയിം പിടിച്ചാണ് പോയത്. ലെഫ്റ്റോട്ട് ഒതുക്കി കൊടു. ആ റൈറ്റ് എടുക്ക്. ആ റൈറ്റ് ആയിട്ട് കാണിച്ചാൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതെ അവിടെ എവിടെയോ നിന്ന് കത്തണ്ട്. ഇവരില്ലായിരുന്നെങ്കിൽ ഈ കാണാൻ കളർ എന്ത് ഭംഗിയായിരിക്കുമല്ലേ? ഇവരില്ലായിരുന്നെങ്കിലേ കാവിന്റെ 100% ഇപ്പോഴും പകുതി മുക്കാലും ഭംഗിയായിട്ട് ഏതാണ് ഇപ്പൊ വന്ന വഴി അത് ഞാൻ കണ്ടുപിടിച്ചരാ. ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. ഇല്ലടാ ആ വഴി എനിക്കറിയാം. ദേവികുളത്തു നിന്നുള്ള വഴിയാണ് ഈ വന്നത്. ജനമല അടി കൂടി ഇറങ്ങിപ്പോയി. ദേശിപ്പി കോടയല്ല നമ്മ വഴി തെറ്റിപ്പോയി അടി കൂടി. ആ ഇങ്ങോട്ട് കയറേണ്ടതിന് പകരം ആ ഇല്ല വാശി താണ്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. തള്ളിക്കൊണ്ട് 2 മണിക്ക് ഓർമ്മ കിട്ടിയത്. അതല്ലാണ് അതിന് ആഗ്രഹം പറയണേ. ചിലപ്പോൾ നോക്കിയപ്പോ സ്റ്റോറേജ് ഇനി കിടക്കണ്ട ടീമേ. 8 GB പോരെ അല്ലേ ഉള്ളാക്കാൻ മടി ഡീറ്റ് ചെയ്യും പഴയത്. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഏത് വഴിയായിരുന്നു? ലെഫ്റ്റ് റൈറ്റ്
കുഴപ്പമില്ല. ഇതാണല്ലോ അതെ 10-28 GB ഉണ്ടായിരുന്നു ഫോണില്. ഫുള്ളായിട്ടുണ്ട് ഇപ്പൊ. അത്രയും പോലെ 64 GB ഉണ്ടായ ഫോണാണ്. ഫോണിന് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ ഗായ്സ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.